ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിനെയാണ്. അപ്പോൾ പല്ലവി ഇതേ സേതുവിനെ അന്വേഷിച്ച് സേതു താമസിക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സേതുവേട്ടാന്നൊക്കെ വിളിച്ച് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ സേതു ഇറങ്ങി ചെന്നപ്പോഴത്തേനും ആകെ രണ്ടുപേർക്കും ഒരു നാണവും ചമ്മലും ഒക്കെ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഒരാൾ ഭിത്തിയെ തൂങ്ങി നിൽക്കുന്നു, ഒരാളാണെങ്കിൽ നാണം കുണുങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല്ലവി പറയണം, ഭയങ്കര ചൂടാ സേതുവേട്ടാ, കുംഭമാസം തുടങ്ങിയില്ലേ, അതുകൊണ്ടായിരിക്കും ചൂട്, ഫാൻ ഇടാം എന്ന് പറഞ്ഞ വേഗം സേതു ഫാൻ ഇട്ടു. അല്ല അത് പിന്നെ സേതുവേട്ടാ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. താനോ? ആ കഴിച്ചു. ഞാനേ പിന്നെ ദോശയായിരുന്നു, പിന്നെ വിത്ത് ചമ്മന്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരാകെ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ് നോക്കാൻ വരാതെ. താൻ വീട്ടിൽ പോയിരുന്നില്ലേ? ഉവ് ഉവ്. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനും പോയിരുന്നു, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ, വന്നിരുന്നു എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ല മറ്റൊന്നും അല്ല, വന്നിരുന്നു എന്ന് പറഞ്ഞു. അല്ല, ക്ഷണിച്ചോണ്ട് പോയതാണ്, അച്ഛൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. അത് നന്നായില്ലേ? എന്താണെങ്കിലും ഒറ്റയ്ക്ക് കഴിയല്ലേ, അപ്പോ ഒരു വീടിന്റെ അന്തരീക്ഷത്തില് കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ? വീടിന്റെ അന്തരീക്ഷം അതുണ്ടാവുമല്ലോ ഇനി സ്ഥിരമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്. എന്താ അതേപ്പറ്റി അല്ല അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നോട് സംസാരിച്ചിരുന്നു. പെട്ടെന്ന് കേട്ടപ്പോ എന്ത് മറുപടി പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ കാര്യമൊക്കെ സേതുവിന് മനസ്സിലായാന്ന് എപ്പോഴും നിൽക്കെ. അച്ഛന്റെ മുന്നിൽ മാത്രമല്ല, ഇവിടെ ഇപ്പോ അത് സേതുവേട്ടന്റെ മുന്നിൽ നിന്നിട്ടും എനിക്ക് അതേ ഒരു പരിഭ്രമം തന്നെയാ ഇപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞു. എന്തിനാ താൻ പരിഭ്രമിക്കുന്നത് എന്ന് വേഗം സേതു ചോദിച്ചു കേട്ടോ. അപ്പൊ സേതുവിന് കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ സേതു എന്താ പല്ലവിയുടെ പതർച്ചയ്ക്ക് കാരണം, എന്തിനാ പല്ലവി ഇങ്ങനെ ഒന്ന് വെപ്രാളം പിടിക്കുന്നതെന്ന് ഓർത്തോ? തടസ്സങ്ങളുടെയും പിന്നെ എന്താ പറയാ ഓരോ പ്രശ്നങ്ങളുടെയും കടലാന്നറിയാലോ. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞു, അത് പക്ഷെ ഇങ്ങനെയായി പോയി. ശ്രീഹരിയെ മരുമകനായി അമ്മ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. പിന്നെ ഋതുവിന്റെ കല്യാണം അത് നടത്തണം, അതും ഒരു വർഷത്തിനുള്ളിൽ തന്നെ. പിന്നെ അറിയാലോ എല്ലാ കാര്യങ്ങളും, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടായി എനിക്കും ഉണ്ടല്ലോ സേതുവേട്ട ഒരു കടമ്പ, ഡിവോഴ്സ്. അത് കീഴ്ക്കോടതി തള്ളി അതിന്റെ കേട്ട് ഹൈക്കോടതിയില് ജയിക്കണം. എങ്കിൽ മാത്രമല്ലേ എനിക്ക് അച്ഛനെ അനുസരിക്കാൻ പറ്റൂ എന്ന് പല്ലവി സേതുവിനോട് പറയാണ്. അപ്പൊ സേതു അത് കേട്ടിട്ട്, അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രശ്നങ്ങളുടെ നടുവിലാണ് എന്നുള്ളതാണ് സത്യം. എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു ദിവസം വന്നാൽ അന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിക്കും അല്ലേ പല്ലവി? വരുവോ എന്ന് ചോദിച്ചു. വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ വന്നാൽ അതുവരെ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ താൻ തയ്യാറാണോ എന്ന് ചോദിച്ചോ. അത് കാത്തിരിക്കാൻ പറ്റുമോ പല്ലവിക്ക്? ആ ഹല്യയുടെ കഥ കേട്ടിട്ടില്ലേ സേതുവേട്ടൻ? അതെ, എത്ര കാലം കല്ലായിട്ട് കിടന്നു പറ. രാമൻ വന്ന് പാദം കൊണ്ട് സ്പർശിച്ചപ്പോ ശാപമോക്ഷം കിട്ടിയത് ഓർമ്മയുണ്ടോ? ആ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല സേതുവേട്ട എന്ന് പറഞ്ഞു. കടമകൾ ഒക്കെ പൂർത്തീകരിച്ച് സേതുവേട്ടൻ വന്നാൽ മാത്രം മതി. അതിനുവേണ്ടി അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പല്ലവി പറഞ്ഞു. സേതുവിന് ഭയങ്കര സന്തോഷമായി, ആള് ഹാപ്പിയായി ഭയങ്കരമായിട്ട്. ഇപ്പൊ എനിക്ക് ഒരു സത്യം മനസ്സിലായി കേട്ടോ പല്ലവി. രണ്ടുപേര് തമ്മിൽ പരസ്പരം കൂടിച്ചേരണമെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും അതേ കാലം തന്നെ നമുക്കുണ്ടാക്കി തരുമെന്നുള്ളതാണ് സത്യം. നമ്മൾ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാ സത്യം എന്ന് പറഞ്ഞു. അപ്പം പല്ലവിയോട് ഇങ്ങനെ നിന്നു. എന്നിട്ട് അതെ, അന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം തൻ്റെ വീട്ടില് വഴി തെറ്റി വന്ന് കയറാനും പിന്നീട് പാതിരാത്രിയില് ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന തന്നെ വഴിയിൽ വെച്ച് കാണാനും പൊന്നുമടത്തിലേക്ക് ക്ഷണിക്കാനും ഇത്രയും കാലം നിഴല് പോലെ കൂടെ കൊണ്ട് നടക്കാനും കഴിഞ്ഞതും ഒക്കെ എന്റെ മിടുക്കുകൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ. എന്തായാലും കാലം തീരുമാനിച്ചു, ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ, അതല്ലേ നടക്കൂ അല്ലേ പല്ലവി? പല്ലവി എനിക്ക് തരാൻ തീരുമാനിച്ച എല്ലാവരോടും ഞാൻ ഒരു പ്രത്യേക നന്ദിയുള്ളവൻ തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഈ ജന്മം കൊണ്ട് ഒരർത്ഥം ഉണ്ടായത് സത്യം പറഞ്ഞാല് അത് പല്ലവി
ആ പല്ലവി ഇപ്പോഴാ ജീവിതത്തിലേക്ക് വന്നപ്പോഴാ എനിക്ക് തോന്നി തുടങ്ങിയത് എന്ന് പറഞ്ഞു. സത്യം, ഞാനാ സേതുവേട്ടാ കൂടുതൽ പുണ്യം ചെയ്തത്. എന്താണെന്നറിയോ സേതുവേട്ട, ഞാനാ ഈശ്വരന്മാരോട് നന്ദി പറയേണ്ടത്. എനിക്കല്ലേ ഏറ്റവും അധികം ഭാഗ്യം കിട്ടിയത്. ഈ ജീവിതത്തില് എനിക്കല്ലേ ദൈവം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളുടെ കൂട്ട്, ആ സ്നേഹക്കൂട്ട് എനിക്ക് തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുക, എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കൈ കൊണ്ട് കിടത്തി ചെന്നെങ്കിലും ആളെ കൈ വെച്ച് തൊട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അതൊക്കെ സേതു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ ദിവസം വേഗം വരാൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താ, ഇതുവരെ നമ്മള് രണ്ടുപേരും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു. ആഹാ, എന്താ ഒരു റൊമാൻസ്, അടിപൊളിയായിട്ട്. അതിനെന്താണെങ്കിലും അച്ഛന്റെ അനുഗ്രഹം ഉണ്ടല്ലോ. എന്താണെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ പല്ലവി. എന്റെ മാത്രം പല്ലവിയായി മാറുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞു. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ഒരു സന്തോഷം രണ്ടുപേരുടെയും. പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമാമേനെയാണ് വീട്ടില്. അപ്പൊ പൂർണിമാമയും അതുപോലെ തന്നെ നമ്മുടെ ഋതു ഉണ്ട്, ബേബി ചേച്ചിയുണ്ട്, അച്ചുണ്ട്, പല്ലവിയുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ സ്വാതി ഇറങ്ങി വരുന്നത്. സ്വാതിയെ പോകാനായിട്ട് റെഡി ആയിട്ടാ വരുന്നത്. ഡി എന്ന് വിളിച്ചു പൂർണിമാമ. എന്നിട്ട് സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. നീ എങ്ങോട്ടേക്കാ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ, കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇന്നലെയും ഇങ്ങനെ തന്നെയാണല്ലോ ഇവിടുന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോയത് നീ കോളേജിലേക്കാണോ എന്ന് ചോദിച്ചു. പഠിക്കാൻ വേണ്ടി മാത്രം. ഇനി നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മതി. ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ അമ്മയല്ല. അപ്പം ഇവർക്കെല്ലാവർക്കും ഷോക്കായി പോയി. അപ്പൊ അച്ചു എഴുന്നേറ്റിട്ട്, സ്വാതി, നീ ആരോടെ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ച ചേച്ചി എന്നെ ഭരിക്കാൻ വരണ്ട. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി ഉപദേശം എന്ന് ഉടനെ സ്വാതി അച്ചുവിനോട് പറഞ്ഞു. അപ്പൊ പല്ലവി എഴുന്നേറ്റിട്ട്, അച്ചു നിന്റെ ചേച്ചിയാ, അച്ചുവിനെ നിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഋതു എഴുന്നേറ്റു. കുടുംബത്തിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോ പുറത്തുള്ള ഒരാളുടെ അഭിപ്രായം കേൾക്കണമെന്നില്ല ഞങ്ങൾക്ക് എന്നായിരുന്നു അടുത്ത ഋതുവിന്റെ അഭിപ്രായം. പൂർണിമ തിരിഞ്ഞു നിന്നിട്ട്, അതെ, പല്ലവി പുറത്തു നിന്നുള്ളവളല്ല, ഈ കുടുംബത്തിൽ അങ്ങനെ തന്നെയാ. പക്ഷെ അത് ഞങ്ങൾ കൂടി തോന്നണ്ടേ എന്നായിരുന്നു ഋതുവിന്റെ മറുപടി. എനിക്കിതെങ്ങനെയാ മാറാൻ പറ്റുന്നത്? നീ നന്നായി എന്നാ ഞാൻ കരുതിയത്. പക്ഷേങ്കില് ഓട്ടോ കത്തിച്ച കേസില് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചൊരു അടവായിരുന്നു അല്ലേ? രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ നീ വീണ്ടും പഴയ ആളായി. എനിക്ക് ഞാൻ ആവാനല്ലേ അമ്മയെ പറ്റൂ എന്ന് ചോദിച്ചോ. ഹലോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കാൻ, എനിക്ക് പോണം എന്ന് പറഞ്ഞു. അതെ, പോകുന്നതൊക്കെ കൊള്ളാം, കോളേജിലേക്ക് തന്നെ ആയിരിക്കണം പോകുന്നത്, അല്ലെങ്കിൽ ഈ അമ്മ ആരാണെന്ന് നീ അറിയും. പേടിപ്പിക്കല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോ എന്ന് ചോദിച്ചു. ഇവളൊരു ഭയങ്കര മാറ്റാണ്. എനിക്ക് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. സൗകര്യമുള്ളവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർ അംഗീകരിക്കണമെന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഉപദേശിക്കാൻ വരുമ്പോ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോന്ന് കൂടി പരിശോധിച്ചിട്ട് വേണം എല്ലാവരും ഉപദേശിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവള് മുഖത്തടിക്കുന്ന പോലെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ പൂർണിമാമയ്ക്ക് ആകെ ഷോക്കായി പോയി. അപ്പൊ ജീവിതത്തിൽ ആരും ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞാണ് അവൾ അങ്ങ് ഇറങ്ങിപ്പോയത്. പൂർണിമയ്ക്ക് ശരിക്കും അടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. അപ്പൊ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട്, പൂർണിമ ചേച്ചി, അതെ, എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് തന്നോളമായ മക്കളാണെങ്കിലും താനെന്ന് വിളിക്കണം, അല്ലെങ്കിൽ ദേ ഇങ്ങനെ ഇരിക്കും എന്നൂടെ ബേബി ചേച്ചി അങ്ങ് പറഞ്ഞു. പണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ അമ്മയ്ക്ക് അതില്ല. അതിന്റെ പ്രശ്നങ്ങളാ ദേ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. പുറത്തുനിന്ന് വന്നവരുടെ കണ്ണിലൂടെ അല്ലാതെ സ്വന്തം കണ്ണിലൂടെ അമ്മയൊന്ന് കാണാൻ ശ്രമിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും അമ്മയുടെ മക്കള് അത്ര മോശക്കാരൊന്നും അല്ലാന്ന് എന്ന് പറഞ്ഞിട്ട് ഇവള് ഋതു അങ്ങോട്ടേക്ക് കേറിപ്പോയി കേട്ടോ. അതിനുശേഷം പല്ലവി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അമ്മ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട, അന്ന് വലിയ കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ പൂർണിമ പറയാണ്, പല്ലവി, ശരിക്കും അവനില്ലാത്തതിന്റെ ഇതിന്റെ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇറക്കി വിട്ടതും ഈ വീടിന്റെ നെടും തൂണായിരുന്നു ഞാൻ ഇറക്കി വിട്ടത്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. തിരിച്ചു വിളിക്കാലോ അമ്മ, എപ്പോ വേണമെങ്കിലും വിളിക്കേണ്ടി വരും. അതെ, ഇങ്ങനെ പോയാല് വിളിക്കേണ്ടി വരും. എവിടെയായിരിക്കും അവനിപ്പോ? വല്ലതും കഴിച്ചിട്ടുണ്ടാവോ ആ പാവം? അവനെ ഒന്ന് കാണാനായിട്ട് കൊതി തോന്നുക എനിക്ക് എന്ന് പറഞ്ഞു.
പാപിയാ ഞാൻ, മഹാപാപിയാ ഞാൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുമായിരുന്നോ? ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ പൂർണിമ അമ്മ സങ്കടപ്പെട്ടിട്ട് അകത്തേക്ക് കയറി പോവാണ്. ബേബി ചേച്ചി പറയാണ്, അതെ, അങ്ങനെ അത്ര വേഗമൊന്നും തിരിച്ചു വിളിക്കണ്ട. അമ്മയ്ക്കും മക്കൾക്കും എന്തായിരുന്നു അഹങ്കാരം, കുറച്ച് അഹങ്കാരം തീരട്ടെ, അതിനുശേഷം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബേബി ചേച്ചി അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സ്വാതിനെയാണ്. അപ്പൊ സ്വാതി വേഗം തന്നെ തിരിച്ചു വന്നിട്ട് നേരെ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഈ സമയത്ത് എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ ഋതു അവിടെ നിപ്പുണ്ട്. അപ്പൊ ഋതു ചോദിക്കാണ്, എന്താ നീ കോളേജിലേക്ക് പോയിട്ട് വേഗം തിരിച്ചു പോന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചു. ദാ ഫോൺ മറന്നു, ഫോൺ എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. ശരി, എന്നാ ശരി പോട്ടെ. അപ്പൊ സ്വാതി ഒന്ന് നിന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാതി അവിടെ നിന്നു. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. അതെ, ഇവരെല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്, പല്ലവിയും സേതുവും ഒക്കെ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇന്നലെ കാണിച്ച പോലത്തെ പരിപാടി ഇനി കാണിക്കാൻ നിൽക്കണ്ട എന്നായിരുന്നു ഋതുവിന്റെ ഒരു ഉപദേശം. അപ്പൊ വേഗം തന്നെ സ്വാതിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടോ. അതെ ചേച്ചി, ചേച്ചി എന്തിനാ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നത്? മുന്നിൽ വെച്ച ഞാൻ അത് നിന്നോട് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചോ. ഇന്നലെ നീ അവരെ സ്വയം നശിക്കുന്നത് ശരിയല്ല. അച്ചു ചേച്ചി ഉപദേശിക്കാൻ വന്നപ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് തന്നെ എനിക്ക് ചേച്ചിയോടും ചോദിക്കാനുള്ളത്. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ക്രൈം ചെയ്യാം, എനിക്കത് പാടില്ല, അത് എവിടത്തെ ന്യായമാ എന്ന് ചോദിച്ചു ഋതുവിനോട്. അടി കിട്ടിയ പോലെ ഈ ഋതുവിന്. ഞാനും ഒന്ന് ആസ്വദിക്കട്ടെ എന്റെ ജീവിതം, കോളേജ് ലൈഫിൽ ഓർത്തിരിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ വേണ്ടേ, അതുണ്ടാക്കാനാ എന്റെ ശ്രമം. അതിനിതല്ല വഴി, പിന്നെന്താ വഴി? ഓട്ടോ കത്തിക്കുന്നതാണോ വഴി, അതോ കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നതോ എന്ന് ചോദിച്ചു. എന്താണെങ്കിലും ഞാൻ അത്രയ്ക്ക് തരം താണിട്ടില്ല, ഇനി തരം താണില്ല. നിനക്ക് എവിടുന്ന് കിട്ടിടി ഇത്ര ധൈര്യം? സാഹചര്യങ്ങളല്ലേ ചേച്ചി മനുഷ്യന്മാരെ ഭീരുക്കാലും ധീരന്മാരും ഒക്കെ ആക്കുന്നത്. അപ്പോഴും നീ മാറാൻ തയ്യാറല്ല. എന്നെ ആരും നന്നാക്കാനായിട്ട് നിൽക്കണ്ട. എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ള ആളാ ഞാൻ, മനസ്സിലായോ? പിന്നെ ഉപദേശിക്കാൻ വരുന്നവരോട് അവരോട് എനിക്കൊരു അപേക്ഷയുള്ളൂ, അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ അത് അച്ചു ചേച്ചി ആയാലും പല്ലവി ആയാലും ശരി, ചേച്ചി ആയാലും ശരി എന്ന് ആടി കിട്ടിയതുപോലെ ഋതുവിന് ശരിക്കും കിട്ടി കേട്ടോ. വയറ് നിറച്ചു കിട്ടി. ഋതു മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് സേതുവിനെയാണ്. ആള് ഭയങ്കര സ്വപ്നലോകത്താണ്. പണ്ട് പല്ലവിയെ പെണ്ണ് കാണാൻ പോയതും അതിനുശേഷം പല്ലവി പറഞ്ഞ ഓരോ വാക്കുകളും ഒക്കെ ഓർത്ത് ആള് ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ സ്വപ്നലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഇന്ദ്രന്റെ തട്ടകത്തിലാണ്. ദേ ഇന്ദ്രന്റെ തട്ടത്തിലേക്ക് വീണ്ടും നേഹ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര ഹായ് വാ വാ എന്ന് ഇന്ദ്രൻ വിളിച്ചപ്പോഴത്തേനും ഞാൻ മാത്രമല്ല മറ്റൊരാളോടുണ്ട്, സ്വാതി ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ സ്വാതി വാ, കം 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 എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഇവരകത്തേക്ക് കയറി ചെല്ലാണ്. താൻ വരില്ല എന്നാ ഞാൻ കരുതിയത്. അവളെ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ തന്നെ കൂട്ടിക്കൊണ്ടു പോയത്. ഹോസ്റ്റ് അവരെന്റെ ആരുമല്ല, എന്റെ ദയയില് എന്റെ വീട്ടിൽ കഴിയുന്ന വെറും ഔട്ട്സൈഡർ. അത് ശരിയാ എന്റെ പൊന്നിന്ദ്ര, എനിക്ക് പറ്റുന്നില്ല ഇന്ദ്ര. ആകെ ഒരു പരവേശം പോലെയാ തോന്നണത്. തൊണ്ടയൊക്കെ വറ്റിപ്പോണോ, ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കരുതിയത് ഇങ്ങനൊരു ടാബ്ലറ്റിനെ കുറിച്ച് നിന്റെ ടീച്ചർ പോലീസിൽ പരാതിപ്പെട്ട് കാണും എന്നാ. പെട്ടാലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇവൻ വേഗം തന്നെ ഗിറ്റാർ എടുത്തു. ഗിറ്റാറിന് എടുത്തിട്ട് അത് കുടഞ്ഞപ്പത്തേനും അതിനകത്തുനിന്ന് ഈ സാധനം താഴേക്ക് വീഴാണ് കേട്ടോ. സ്വാതി വേഗം തന്നെ ആക്രാന്തം പിടിച്ച് അതെടുത്തേക്ക് കഴിച്ചു. ഇന്ദിര ഞാൻ മ്യൂസിക് ഇട, എനിക്കിപ്പൊ ഡാൻസ് ചെയ്യണം ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു. ഇന്ദ്രൻ വേഗം തന്നെ മ്യൂസിക് ഇട്ടു. സ്വാതി പരിസരം പോലും മറന്നിട്ട് ഡാൻസ് അങ്ങ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നേഹ ചോദിക്കുകയാണ്, കുഴപ്പാവോ? എന്ത് കുഴപ്പം, നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. നീ എന്നുകൊണ്ടും പേടിക്കണ്ടെന്നേ, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, കമോൺ ഇന്ദ്ര ഡാൻസ് വിത്ത് മീ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രന്റെ കൂടെ ആടി തിമിർക്കുവാണ് നമ്മുടെ സ്വാതി. അപ്പം പിന്നെ കുറച്ച് ഇപ്പത്തേനും ഇന്ദ്രൻ നേരെ വന്ന മ്യൂസിക് നിർത്തി. അപ്പോഴേക്ക് സ്വാതിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ. ഹേയ് എന്ന് വിളിച്ച് ചൂടാവാണ്. ശേ നിർത്തണ്ടായിരുന്നോ, എന്തിനാ വെറുതെ നിർത്തിയത്, നല്ല രസമായിട്ട് വരുമായിരുന്നു. ഇന്ദ്ര പ്ലീസ്, എനിക്ക് എന്നെ അനുവാദം ഇല്ലാതെ നീ ഇനി അങ്ങനെ ചെയ്താൽ പ്ലീസ് ഇന്ദ്ര, ഞാൻ പിണങ്ങും കേട്ടോ ഞാൻ. അതെ നിനക്കിപ്പൊ എന്താ വേണ്ടേ? കൂൾ സ്വാതി കൂൾ. അതെ നിനക്ക് വേറൊരു ആംബിയൻസിൽ നിനക്കൊരു ഡാൻസ് ചെയ്യാനായിരുന്നു. സീഷോർ
എന്തു പറയുന്നു? കടൽ തീരം, സെയിം മ്യൂസിക്, സെയിം ടീം. ഓക്കെ പോയാലോ? ഓക്കെ പോവാം എന്ന് പറഞ്ഞു. എനിക്ക് കടലിൽ കുളിക്കണം, എത്ര നാളായി അത് ചെയ്തിട്ട്, നമുക്ക് പോവാം, വാ എന്ന് പറഞ്ഞ് ഇവര് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കാണുന്നത് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി എത്തുകയാണ്. പല്ലവിയുടെ മുഖമൊക്കെ ആകെ വല്ലാണ്ടായിരിക്കുന്നത്. പല്ലവി, എന്തു പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്റെ പൊന്നു സേതുവേട്ടാ, ഞാൻ ഉപദേശിക്കാവുന്നവരെ പരമാവധി ഉപദേശിച്ചു, എന്നിട്ടും കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? എന്താ സംഭവം എന്ന് പറ. സ്വാതിക്ക് എന്തു പറ്റി? അവൾ ഇന്ന് കോളേജിൽ വന്നിട്ടില്ല, അത്രേ ഉള്ളോ? അതെ, സുഖം ഉണ്ടാവില്ല, അതായിരിക്കും. അതല്ല സേതുവേട്ട കാരണം എന്ന് പറഞ്ഞു. അതെ, അവളിപ്പോ സേതുവേട്ടൻ ഇല്ലാത്ത ജീവിതം അത് ആസ്വദിച്ചിരിക്കും അവള്. അതുകൊണ്ടാ. ആരാ ഗുരുന്ന് സേതുവേട്ടൻ അറിയണ്ടേ? ഇന്ദ്രൻ. ആ, ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഞെട്ടിപ്പോയി കേട്ടോ. ആള് ഷർട്ടൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. വേഗം തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അവന്റെ വലയിലായിപ്പോ. സേതുവേട്ടൻ അറിയോ, ലോകത്തിലെ സകല കുഴപ്പങ്ങളുള്ള ആളാന്നറിയാലോ. അവൻ ഒറ്റയ്ക്കുന്ന സ്ഥലത്ത് സ്വാതി എന്തിനാ പോണത് എന്ന് ചോദിച്ചു. അതെ, കഴിഞ്ഞ ദിവസം ഞാനാ അവളെ അവിടുന്ന് പിടിച്ചോണ്ട് പോന്നത്. എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല? നന്നാവാൻ ഒരു അവസരം കൊടുത്തു നോക്കിയാ സേതുവേട്ടാ, പക്ഷെ ശരിയായില്ല. എന്താണെങ്കിലും അവൾ എന്നെ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ സ്വാതിയെ നശിപ്പിക്കും, എനിക്ക് അതിന് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇന്നലെ ഞാൻ ചെന്നത് കൊണ്ട് ഇന്നും അയാൾ എന്താണെങ്കിലും എന്നെ പ്രതീക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അയാൾ കാത്തിരിക്കുമെന്നും എനിക്കറിയാം. അയാളുടെ മുന്നിലേക്ക് ചെല്ലേണ്ടത് ഞാൻ മാത്രമായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ സേതുവേട്ടൻ എൻ്റെ ഒപ്പം ഒന്ന് വരണം ആ സ്ഥലത്തേക്ക്. എവിടെ ഉണ്ടാവും അവനിപ്പോ? കണ്ടുപിടിക്കാം. അയാൾ സ്ഥിരമായിട്ട് തങ്ങുന്ന ഒരു വീടുണ്ട്, അതെനിക്കറിയാം. അവിടെ കാണുമായിരിക്കും എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും. അപ്പൊ സേതു വേഗം തന്നെ എവിടെയാണെങ്കിലും നമുക്ക് കുട്ടിയെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. വാ, നമ്മൾ ഇറങ്ങിപ്പോവാം. എന്റെ പെങ്ങളെ തൊട്ടാല് എന്താ സംഭവിക്കുന്നതെന്ന് ഇന്ന് ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. രണ്ടുപേരുടെ പോകുമ്പോഴത്തേനും സ്വാതി പരിസരം മറന്നു നിന്ന് കടലിൽ ഡാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആള് ഭയങ്കര ത്രില്ലടിച്ച ഇന്ദ്രനും നേഹയും അവിടെ നോക്കി നിൽപ്പുണ്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവർക്കും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.